ഈശോ മിശിഹായക്കും സ്തുതിയായിരിക്കട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ 12ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ മലയാളം അധ്യാപികയായ മേഴ്സി ടീച്ചർ ഞങ്ങൾ കുട്ടികൾക്ക് ഒരു സാരോപദേശ കഥ പറഞ്ഞു തന്നത്. കഥ ഇപ്രകാരമാണ്. പണ്ടൊരിക്കൽ ചെറിപ്പഴങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കുരങ്ങനുണ്ടായിരുന്നു. ഒരു ദിവസം കണ്ടാൽ തന്നെ വെള്ളമൂറുന്ന ഭംഗിയുള്ള കുറേ ചെറിപ്പഴങ്ങൾ കണ്ട് മരത്തിൽ നിന്ന് അവൻ താഴേക്കിറങ്ങി വന്നു. പക്ഷെ ചെറിപ്പഴം ഉണ്ടായിരുന്നത് ചില്ലുകൊണ്ടുള്ള ഭരണിക്കകത്തായിരുന്നു. ഭരണിക്കുള്ളിലേക്ക് കൈയിട്ട് പഴമെടുത്തതും അവൻ കൈ അടച്ചു പിടിച്ചു. ഇപ്പോൾ അവൻ്റെ കൈവെള്ളയിൽ മുഴുവൻ ചെറിപ്പഴങ്ങളുണ്ട്. പക്ഷേ ആ ചെറിപ്പഴങ്ങൾ പിടിച്ചുകൊണ്ട് ഇനി കൈ പുറത്തേക്കെടുക്കാനാവില്ലെന്ന് അവന് മനസ്സിലായി. എന്നിട്ടും അവൻ ചെറിപ്പഴം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. അവൻ അങ്ങനെ കൈ ചുരുട്ടിപ്പിടിച്ചു കൊണ്ടേയിരുന്നു. എന്നിട്ട് പഴങ്ങൾ കൈവിട്ട് കളയാതെ കൈ പുറത്തേക്കെടുക്കുവാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കുരങ്ങുകൾ ചിന്തിക്കുന്നത് എങ്ങനെയെന്ന് അറിയാവുന്ന ഒരാൾ കരുതിക്കൂട്ടി വെച്ചൊരു കെണിയായിരുന്നു അത്. വേടൻ്റെ ശബ്ദം കേട്ട് ഓടാൻ ശ്രമിച്ചെങ്കിലും ചെറിപ്പഴത്തിൽ നിന്നുള്ള പിടുത്തം വിടാത്തതിനാൽ അവന് ഓടാനായില്ല. വേടൻ്റെ കെണിയിൽപ്പെട്ട് കുരങ്ങൻ്റെ ജീവിതം സൃഷ്ടകാലം ദുരിതത്തിലാകുന്നു എന്നാണ് കഥ അവിടെ അവസാനിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ആർത്തിയെക്കുറിച്ചാണ് അന്ന് ടീച്ചർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇന്നത്തെ സുവിശേഷം വായിച്ചപ്പോഴും അന്ന് കേട്ട ആ വേടനെയും അവൻ്റെ കെണിയെയുമാണ് ആദ്യമേ തന്നെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്. കാരണം കെണിയൊരുക്കി കാത്തിരിക്കുന്ന മറ്റൊരു വേടൻ്റെ ചിത്രമാണ് സുവിശേഷത്തിൽ നമുക്ക് ഇന്ന് കാണുവാനായിട്ട് സാധിക്കുക. ക്രിസ്തു പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്ന രംഗമാണ് അവിടെയുള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ പ്രിയപുത്രനും വിശ്വസ്തദാസനുമായി നിലനിന്നുകൊണ്ട് പിശാചിൻ്റെ കെണികളെ തകർത്ത് തരിപ്പണമാക്കി വിജയം വരിച്ചു നിൽക്കുന്ന ക്രിസ്തുവിനെയാണ് അവിടെ നാം കണ്ടുമുട്ടുക. ഈ പറഞ്ഞ സംഭവം വികാസങ്ങളൊക്കെ നടക്കുന്ന ഇടം മരുഭൂമിയാണ്. ലൂക്കാസ് സുവിശേഷകൻ്റെ വീക്ഷണത്തിൽ മരുഭൂമി എന്നത് ഒരേ സമയം പൈശാചിക ശക്തികളുടെയും ദൈവ സാന്നിധ്യത്തിൻ്റെയും ദൈവാനുഭവത്തിൻ്റെയും വേദിയായിട്ടാണ് ചിത്രീകരിക്കുക. അതുകൊണ്ടാണ് മരുഭൂമിയിലെ വിജന പ്രദേശവും വരണ്ട സ്ഥലവുമെല്ലാം ലൂക്കാസ് സുവിശേഷം 8-ാം അധ്യായം 29-ാം വാക്യത്തിലും 11-ാം അധ്യായം 24-ലും പിശാചിൻ്റെ വാസസ്ഥലമായി ചിത്രീകരിക്കുന്നത്. എന്നിരുന്നാലും പോലും അത് ശാന്തമായ അന്തരീക്ഷത്തിൽ ദൈവത്തെ കണ്ടെത്തുന്ന ഇടമായിട്ടും ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 80-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, നമ്മളും ലോകത്തിൻ്റേതായ മരുഭൂമി പരീക്ഷണങ്ങളിലൂടെ എന്നും കടന്നു പോകേണ്ടതും ഇന്നും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതുമായ വ്യക്തികളാണ്. നമുക്ക് മുമ്പിലും 2 സാധ്യതകളാണുള്ളത് നിലനിൽക്കുന്നത്. തീർച്ചയായും കാഴ്ചയിൽ അതിസുന്ദരമായ ഈ ലോകത്തിൽ ഒരേ സമയം തിന്മയുടെ സ്വാധീനങ്ങളും അതേസമയം നന്മയുടെ സ്വാധീനങ്ങളും നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. എന്തിന്, നമ്മുടെ തന്നെ ഉള്ളിൻ്റെ ഉള്ളറകളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ മാത്രം മതി. തിന്മയുടെ ഭാഗത്തോട് ചാഞ്ഞു കിടക്കുന്ന ഒരു മനുഷ്യനെയും നന്മയുടെ ഭാഗത്തേക്ക് നിവർന്നു നിൽക്കാൻ പരിശ്രമിക്കുന്ന മറ്റൊരു മനുഷ്യനെയും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഒരിക്കൽ ബെർണാഡ് ഷായോട് അകത്തെ ചെകുത്താനെക്കുറിച്ച് ഒരു വൃദ്ധ ഗോത്ര വംശജൻ പറഞ്ഞത് ഇപ്രകാരമാണ്: മനുഷ്യൻ്റെ ഉള്ളിൽ 2 പട്ടികളുണ്ട്. ഒന്ന് കുഴപ്പക്കാരൻ, കലഹക്കാരൻ. മറ്റൊന്ന് ശാന്തൻ, സ്നേഹവാൻ. കലഹക്കാരനായ നായ സാധുനായയെ നിരന്തരം ആക്രമിക്കുന്നു. ഏത് പട്ടി അവസാനം ജയിക്കുമെന്ന് ചോദിച്ചാൽ ഏതിനെയാണോ നമ്മൾ മനുഷ്യർ കൂടുതൽ പരിപോഷിപ്പിക്കുന്നത് അതിനായിരിക്കും അവസാന വിജയമെന്നാണ് അദ്ദേഹം പറയുക. സ്നേഹമുള്ളവരെ, അകമൊന്ന് സൂക്ഷ്മ പരിശോധന നടത്തി സ്വയം ഒന്ന് ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും നാളും പോറ്റി പരിപോഷിപ്പിച്ചത് നന്മയുടെ നായയാണോ അതോ കലഹക്കാരനും അപകടകാരിയുമായ തിന്മയുടെ നായയാണോ എന്ന്. ഏത് തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. ഈശോയെപ്പോലെ നല്ലത് തിരഞ്ഞെടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. വീണ്ടും മരുഭൂമിയിലെ പരീക്ഷയിലേക്ക് നാം വരുമ്പോൾ നമുക്കറിയാം, അവിടെ പ്രധാനമായും 3 പരീക്ഷകൾക്കാണ് ഈശോ വിധേയനാകേണ്ടതായിട്ട് വരുന്നത്. ആ പരീക്ഷണങ്ങളെ ഒന്ന് ധ്യാനിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു. അതിൽ ആദ്യത്തേതും ഒന്നാമത്തേതുമായ പരീക്ഷണം ഭക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ കൽപ്പനയും അവിടത്തോടുള്ള ബന്ധവും വിസ്മരിച്ച് പിശാച് കൽപ്പിച്ച ഫലം തിന്ന്
പറുദീസം നഷ്ടമാക്കിയ ഒരാളെ നമ്മളിവിടെ ഓർക്കാതെ പോകാൻ സാധ്യമല്ല. അത് മറ്റാരുമല്ല, ആദ്യ മാതാപിതാക്കളായ ആദവും ഹവ്വയും. എന്നാൽ ഒരാൾ വിലക്കപ്പെട്ട ഭക്ഷണം കഴിച്ച് പറുദീസം നഷ്ടപ്പെടുത്തുമ്പോൾ മറുവശത്ത് അതേ ആദാമിൻ്റെ പുത്രനായ ക്രിസ്തു പിശാച് പ്രേരിപ്പിച്ച ഭക്ഷണ പരീക്ഷയിൽ വിജയിച്ച് പറുദീസ സ്വന്തമാക്കുന്നു. ഇവിടെ ശ്രദ്ധേയമായൊരു മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ കല്ലുകൾ എന്ന ബഹുവചനത്തിന് പകരം ഈ കല്ല് എന്ന ഏകവചനമാണ് ലൂക്കാസ് സുവിശേഷകൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം യേശുവിന് മാത്രമായി കല്ല് അപ്പമാക്കി മാറ്റുക എന്ന ആവശ്യമാണ് പിശാച് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിലൂടെ ദൈവപുത്ര സ്ഥാനവും അധികാരവും സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കുവാനുള്ള വെല്ലുവിളിയാണ് പിശാച് ഈശോയുടെ മേൽ ഉയർത്തുന്നത്. ഇത്തരമൊരു പരീക്ഷ ഈശോയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത് ഇവിടെ മാത്രമല്ല. നീ ക്രിസ്തുവാണെങ്കിൽ സ്വയം രക്ഷിക്കൂ എന്ന വെല്ലുവിളി അങ്ങ് കുരിശിൻ്റെ നെറുകയിൽ പോലും ഈശോയ്ക്ക് അതിജീവിക്കേണ്ടതായി വരുന്നുണ്ട്. അപ്പോൾ പോലും അവൻ അവൻ്റെ പുത്രസ്ഥാനവും കഴിവുകളും അവന് വേണ്ടി ഒരിക്കലും ഉപയോഗിച്ചില്ല എന്നത് നമ്മളെയൊക്കെ ഏറെ ചിന്തിപ്പിക്കേണ്ടതും നമ്മളൊക്കെ മാതൃകയാക്കേണ്ടതും കണ്ടു പഠിക്കേണ്ടതുമായ ഒന്ന് തന്നെയാണ്. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മുടെ കഴിവുകളും ആരോഗ്യവും സ്ഥാനമാനങ്ങളും അധികാരവുമെല്ലാം നമുക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന മനുഷ്യരായി നമ്മളൊക്കെ വല്ലാതെ മാറിപ്പോകുമ്പോഴാണ് ക്രിസ്തു അപരനു വേണ്ടി കൂടി ജീവിക്കേണ്ടതിൻ്റെയും നമ്മുടെ കഴിവുകളും ബലവും മറ്റുള്ളവർക്ക് കൂടി ഉപയോഗിക്കേണ്ടതിൻ്റെയും പ്രാധാന്യം വരച്ച് കാണിക്കുക. അത്തരത്തിൽ നമ്മളെല്ലാം നിലകൊള്ളുമ്പോഴാണ് നമ്മളൊക്കെ വലിയ ഹൃദയമുള്ള മനുഷ്യരായി മാറുവാൻ സാധിക്കുക. അത്തരമൊരു ഉയർന്ന ഹൃദയം സ്വന്തമാക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നതും ആശംസിക്കുന്നതും. രണ്ടാമത്തെ പരീക്ഷണം ലോകത്തിൻ്റെ മേലുള്ള അധികാരവുമായി ബന്ധപ്പെട്ടാണ്. ലോകത്തിൻ്റെ മേലും ദൈവമക്കളുടെ മേലും ഇല്ലാത്ത അധികാരം സാത്താൻ അവകാശപ്പെടുമ്പോൾ ദൈവത്തിനാണ് യഥാർത്ഥ അധികാരവും മഹത്വവുമെന്ന് ഈശോ പ്രഖ്യാപിക്കുകയാണ്. ഒപ്പം താൻ ഈ ലോകത്തിലേക്ക് വന്നത് അധികാരങ്ങൾക്ക് വേണ്ടിയല്ലെന്നും ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണെന്നും ഒരിക്കൽ കൂടി ഈശോ പറയാതെ പറയുകയാണ്. ലോകത്തിൻ്റെ അധികാരങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയായിരുന്നു അവൻ ജനിച്ചതെങ്കിൽ അവനൊരിക്കലും അവൻ്റെ ജനനസ്ഥലം തിരഞ്ഞെടുക്കുക കാലിത്തൊഴുത്ത് ആകുമായിരുന്നില്ല. അതിനാൽ തന്നെ അവൻ്റെ വരവിൻ്റെ ഉദ്ദേശം സകലരുടെയും രക്ഷയാണെന്നും സകലരെയും ശുശ്രൂഷിക്കാനാണെന്നും അതിനാൽ തന്നെ വ്യക്തമാണ്. പ്രിയപ്പെട്ടവരെ, ഈ അധികാരമോഹമെന്നത് അത്ര നിസ്സാരമായ ഒന്നല്ല. മനുഷ്യൻ്റെ ചരിത്രത്തെ തന്നെ ഒന്ന് കീറി പരിശോധിച്ചാൽ ഈ അധികാരഭ്രമം എന്ന് പറയുന്നത് എത്രമേൽ അപകടം വിതച്ച ഒന്നാണെന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതിന് അതിപുരാതന കാലഘട്ടത്തിലേക്ക് കണ്ണോടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റഷ്യയിൽ സ്റ്റാലിൻ 2,40,00,000 ആളുകളെ കൊന്നതും ഹിറ്റ്ലർ 1,70,00,000 ആളുകളെ കൊന്നതും ചൈനയിൽ മാവോസിൻ ഭരണം നിലനിർത്താൻ 8 കോടി മനുഷ്യരെ കൊന്നതും ഈ ഒരു അധികാരഭ്രമം തന്നെയാണ് കാരണമായത്. പൂച്ചക്കുട്ടിയെപ്പോലെ എടുത്തെറിയപ്പെട്ട മറ്റൊരാളുണ്ട്, ഹെറോദേസ് രാജാവ്. അധികാരം നിലനിർത്താൻ വേണ്ടി, അത് കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടി തനിക്ക് സംശയം തോന്നി കൊന്നൊടുക്കിയ കശാപ്പ് പ്രക്രിയയിൽ വീണൊടുഞ്ഞത് നിരപരാധികളായ മനുഷ്യർ മാത്രമായിരുന്നില്ല. മറിച്ച് അയാളുടെ ഭാര്യയെയും ഭാര്യമാതാവും അയാളുടെ തൻ്റെ രക്തമായ ആൺമക്കളും അയാളുടെ മരണക്കിണിയിൽ വീണൊടുഞ്ഞവർ തന്നെയാണ്. എന്തിന് നമ്മുടെ നാട്ടിലും അധികാര കസേരകൾക്ക് വേണ്ടിയല്ലേ ഇപ്പോഴും പരസ്പരം കൊന്നും തിന്നും നമ്മളൊക്കെ ജീവിക്കുക. അധികാര കസേരകളിലേക്ക് കണ്ണുകൾ പതിയാതെ ശുശ്രൂഷയുടെ മഹത്വം മനസ്സിലാക്കി തമ്പുരാനെ നോക്കി നടക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പരീക്ഷകൾ അവിടെയും അവസാനിച്ചിട്ടില്ല. അവസാനത്തെ പരീക്ഷ ഈശോയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത് ദൈവത്തിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇവിടെ പിശാചിൻ്റെ സമീപനത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു മാറ്റം നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. പിശാച് സങ്കീർത്തനം 91 അധ്യായം 11, 12 വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് യേശുവിനെ പരീക്ഷിക്കുവാനായിട്ട് ഒരുങ്ങുക. അതും ഒരു ദൈവവിശ്വാസി എന്ന നിലയിൽ ദൈവത്തിലുള്ള സംരക്ഷണത്തിൻ്റെ ഏറ്റവും ഉറച്ച സങ്കേത സ്ഥലമായി ആശ്രയിക്കുന്ന ദേവാലയത്തിൻ്റെ ഗോപുരത്തിൽ നിന്ന് തന്നെ. ഇവിടെ തന്നിൽ വിശ്വസിക്കുന്ന, തന്നിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന വിശ്വാസിയെ സംരക്ഷിക്കുന്നവനാണ് ദൈവമെന്ന് തെളിയിക്കുവാനുള്ള പരീക്ഷണമായിരുന്നു അത്.
അതിനാൽ തന്നെ ഇവിടെ ദൈവത്തിൻ്റെ വിശ്വസ്തതയും പരീക്ഷിക്കപ്പെടുകയാണ്. എന്നാൽ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്നും അവൻ്റെ രക്ഷ അനന്തമാണെന്നും തെളിയിക്കാൻ ദൈവത്തെ ധിക്കരിച്ചും പരീക്ഷിച്ചും കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല എന്നും ദൈവത്തിൽ അനുസരിച്ചും വിശ്വസിച്ചും ജീവിക്കുക എന്നതാണ് പ്രധാനമെന്ന് ഈശോ പഠിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും വന്നേക്കാവുന്ന വലിയൊരു അപകടം ഈ ഒരു പരീക്ഷണത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നമ്മളും ജീവിതത്തിൻ്റെതായ പ്രയാസങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ, സങ്കടങ്ങളിലൂടെ നിരാശരാകുമ്പോൾ, നമ്മളും ഇടയ്ക്കെങ്കിലും ദൈവത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന മനുഷ്യരായി നമ്മളും ഇടയ്ക്കൊക്കെ മാറിപ്പോകുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ അത്തരത്തിൽ ദൈവത്തിന് എതിരായ ചോദ്യം ഉന്നയിക്കുന്നുണ്ടോ? അപ്പോഴൊക്കെ മനസ്സിലാക്കിക്കോണം, 2000 വർഷങ്ങൾക്ക് മുമ്പേ സാത്താൻ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് നമ്മളും ഇന്നും 2000 വർഷങ്ങൾക്കിപ്പുറം ആവർത്തിക്കുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുക എന്നതാണ് പ്രധാനം. വിശുദ്ധ ഗ്രന്ഥത്തിൽ എവിടെയൊക്കെ ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ കാതലായി നിലനിന്നിട്ടുള്ളത് വിശ്വാസം തന്നെയാണ്. ഈശോ വിശുദ്ധ തോമായോട് പറഞ്ഞ അതേ വാചകങ്ങൾ ഇന്നും മനസ്സിൽ കോറിയിടാനായിട്ട് നമുക്കൊക്കെ സാധിക്കണം. നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. അത്തരമൊരു വിശ്വാസത്തിലേക്ക് വരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജീവിതമാകുന്ന നൗകയിൽ യാത്ര ചെയ്യുന്ന ഓരോ മനുഷ്യൻ്റെയും കൂടപ്പിറപ്പെന്നോണം നിലകൊള്ളുന്ന വസ്തുതയാണ് പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും. അവയെ ഭയന്ന് ഓടിയകലാൻ അല്ല ക്രിസ്തു പറയുക. നേരെ മറിച്ച് അവയെ തലയുയർത്തി ദൈവത്തിൻ്റെ കൃപയാൽ നിറഞ്ഞ് അതിനെ അതിജീവിക്കുവാനായിട്ടാണ് ഈശോ ഇന്ന് നമ്മോട് ആഹ്വാനം ചെയ്യുക. അത്തരത്തിലൊരു വിശ്വാസം ഒരാൾക്ക് സ്വന്തമാക്കാൻ കഴിയുമ്പോഴാണ് ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായിട്ട് മാറുക. ഒപ്പം തിരിച്ചറിയണം, ഒരുവൻ്റെ ഇച്ഛാശക്തി തെളിയിക്കേണ്ടത് പ്രലോഭനങ്ങൾ ഉള്ളയിടത്തേക്ക് പോകാതെ ഇരുന്നു കൊണ്ടല്ല, നേരെ മറിച്ച് പ്രലോഭനങ്ങൾക്കും ഉപരിയായി പോയിക്കൊണ്ടാവണം. അത്തരമൊരു യാത്ര ഈ നോമ്പുകാലത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ക്രിസ്തുവിൻ്റെ വിജയം എനിക്കും നിങ്ങൾക്കും പ്രചോദനമാകട്ടെ. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.